ഹായ് ഹലോ, നമുക്ക് വീണ്ടും കുറച്ച് ക്യാബിൻ ക്രൂ സ്റ്റോറീസ് ആവല്ലേ. അപ്പോൾ ഇപ്രാവശ്യം പ്രാഗിലും മെദീനയിലും ഉണ്ടായിരുന്ന ലേ ഓവറിനെ കുറിച്ചാണ് കേട്ടോ പറയുള്ളത്. പ്രാഗിൽ യൂഷ്വലി ലേ ഓവേഴ്സ് ഉണ്ടാവാറില്ല. പ്രാഗ് ഒരു 2 hours ഫ്ലൈറ്റാണ്, പിന്നെ ഒരു 1.5 hour ടേൺ അറൗണ്ട് ഉണ്ടാവും. പക്ഷേ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ആ 1.5 hour ടേൺ അറൗണ്ട് ഒരു 4 hours ലേ ഓവറായി മാറിയിട്ടോ. അപ്പോൾ 3 hours മേലേക്ക് ലേ ഓവേഴ്സ് വന്നാൽ ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തരണമെന്നുണ്ട്. പ്രാഗ് സിറ്റീൻ്റെ സെൻറ്ററിലായിട്ട് NH പ്രാഗ് സിറ്റി എന്ന് പറയുന്നൊരു ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തത്. ഈ ബാൽക്കണി എന്നുള്ളൊരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെർലി വേറെ തന്നെ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് അതിലേക്ക് ഒരു സ്ലൈഡ് ടൈപ്പ് ലിഫ്റ്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു ലിഫ്റ്റിൻ്റെ റൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡ് അത്ര കൺവീനിയൻ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഇവരുടെ ഈ ആൻഷ്യൻ ടൈപ്പ് ബിൽഡിങ്ങുകളും പിന്നെ ഈ ഒരു ട്രാമൊക്കെയാണ്. ഒരു ക്യൂട്ടായിട്ടില്ലേ, ഒരു ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഹലാൽ സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് ടൈം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടിൽ പോകാൻ കരുതി ട്രാം എടുത്തു നേരെ നമ്മൾ ചാൾസ് ബ്രിഡ്ജിലേക്കാണ് പോയത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇവരെന്നോട് പറയുന്നുണ്ട് നമ്മളെ പ്രാഗൊക്കെ ഒരു ഹോളിഡേക്ക് പറ്റിയ സ്പേസ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുന്ന വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ആ ചാൾസ് ബ്രിഡ്ജിന്റെ താഴെയായിട്ട് പ്രാഗ് ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആയിട്ടുള്ള ചിമ്മിനി കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറയുന്നത് മസ്റ്റ് ട്രൈ ആണെന്നൊക്കെ. സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ട്രൈ ചെയ്തില്ല. പിന്നെ ബ്രിഡ്ജിന്റെ മേലെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ കാരിക്കാച്ചറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഭയങ്കര റഷായിരുന്നു. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന റിവറൊക്കെ ഉണ്ട് കേട്ടോ. ആ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ബ്രിഡ്ജിന്റെ ഓരോ പില്ലറിലായിട്ട് ഓരോ ടൈപ്പ് സ്റ്റാച്ചുകൾ ഉണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെയോ ആണ്, ഞാൻ അധികം ഒന്നും നോക്കിയിട്ടല്ല ഞാൻ അങ്ങോട്ട് പോയത്. കാരണം ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ലേ ഓവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് റിട്ടേൺ ആയി. അങ്ങനെ റെഡിയായി ഞങ്ങൾ നേരെ എയർപോർട്ടിലെത്തി. ചെക്കിങ്ങിന് ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ലൂട്ടനിലേക്കായിരുന്നു റിട്ടേൺ ഫ്ലൈറ്റ്. ഞങ്ങൾ ഡെഡ് ഹെഡ് ക്രൂ ആയിട്ടാണ് പോകുന്നത്. ഡെഡ് ഹെഡ് ക്രൂ എന്ന് പറയുന്നത് നമ്മൾ ക്യാബിൻ ക്രൂസിന് ഒരു പ്രത്യേക ടൈമിലൊക്കെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മൾ പാസഞ്ചർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുക, നമ്മൾ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി അതിൽ വേറെ ക്രൂകളുണ്ട്. അങ്ങനെ ലൂട്ടനിൽ ഞങ്ങൾക്ക് ഗാറ്റ്വിക്കിലേക്ക് ഒരു ക്രൂ കാർ അറേഞ്ച് ചെയ്തു. ശരിക്കും ഈ ഫ്ലൈറ്റിന് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തേണ്ട ഞങ്ങൾ രാത്രി 2 മണിക്കാണ് എത്തിയത്. അന്നാണെങ്കിൽ ട്രെയിൻ സ്ട്രൈക്കും കാര്യങ്ങളായിട്ട് ട്രെയിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പിന്നെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമല്ല. രാവിലെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആൾക്കാർ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളൊരു ഊബർ വിളിച്ച് ഈസ്റ്റ് ക്രോട്ടോണിലെത്തി. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ മദീനയുടെ ലേവർ വന്നത്. വലിയ ഫ്ലൈറ്റുകളായതുകൊണ്ട് മാത്രം എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്താണ് ഈ മദീനയും ജിദ്ദയൊക്കെ കേട്ടോ. കാരണം അവിടെ സ്റ്റേ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ലില്ലിക്ക് വരാൻ നിക്കോള എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കമ്പനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജിദ്ദിനേക്കാളും 1/2 hour കൂടുതൽ ട്രാവൽ ജേണി ഉണ്ട് മദീനയ്ക്ക്. അപ്പോൾ മദീന സർവീസ് നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് ടയർഡായി. പിന്നെ മോർണിംഗ് ആണല്ലോ നമ്മൾ അവിടെ എത്തുന്നത്. ഏകദേശം ഒരു 3 o'clock ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. അങ്ങനെ പിന്നെ പെട്ടി സാധനങ്ങളൊക്കെ വെച്ച് കബോർഡൊക്കെ ഒന്ന് നോക്കി എല്ലാ റൂം എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഞാൻ ആ ഖുറാനും മുസ്ലിം കണ്ടത് കേട്ടോ. ജിദ്ദയിൽ മുസല്ലുണ്ട്, ഇവിടെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഖുറാനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയി ഫ്രഷ് ആയി കിടക്കാന്ന് കരുതി. ഇപ്പോൾ നിക്കോളെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 6 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ പിന്നെ ലോണ്ടറിക്കുള്ള ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഡ്രസ്സ് പുറത്ത് വെച്ച് ഒന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്ത് ഞാൻ പോക്കറ്റ് മുസല്ല കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ ലേവറിന് വരുമ്പോൾ. അത് കഴിഞ്ഞിതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു. ജിദ്ദിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാൻ കേക്കിനും ചെന്നാഡാലിനും ഇത്ര നല്ലൊരു കോമ്പോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നന്നായി ഒന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ ഞാൻ എണീറ്റത്. അപ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പുറത്തു പോകാൻ വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഒന്നാമത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. പക്ഷെ അവൾ പറഞ്ഞു നമുക്കൊന്ന് പുറത്തൊക്കെ പോവാം, നമുക്ക് മദീന മോളിലും പിന്നെ മദീന പള്ളി അടുത്തുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം കറക്റ്റായിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് തന്നെയാണ് പോയത്. പക്ഷേ ഊബറിന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്താൻ കുറച്ച് പണിയുണ്ടായിരുന്നു, കറങ്ങി വരണമായിരുന്നു. മദീന പള്ളി ദൂരെ ആയിരിക്കുന്ന ഞാൻ കരുതിയത്. പക്ഷേ മദീന മോളുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു എൻട്രൻസ്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ അവളിങ്ങനെ എല്ലാവരും നോക്കണ കണ്ടിട്ട് അവൾ വേഗം പോയി ഒരു പർദ്ദയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി സംസം വെള്ളം കുടിച്ച് അവിടെ നിന്ന് കയറി നിസ്കരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ റൗള ഷെരീഫിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് വിസ വേണം, അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം വിസയൊക്കെ എടുത്തിട്ട് വരാമെന്ന് കരുതി അവിടെ കുറച്ച് നേരം നിന്ന് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും എൻ്റെ ലോണ്ടറി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഫുഡ് ഒന്ന് ഓർഡർ ചെയ്തു. നമുക്ക് ഒരു ഫുഡ്, അതായത് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതല്ലാതെ ഒരു ഫുഡും നമ്മുടെ ഈ ഒരു സ്റ്റേയിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞാൻ പോയി കിടന്നു. അക്ഷരം കഴിഞ്ഞപ്പോൾ നമ്മൾ വേക്കപ്പ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീച്ച് റെഡിയായി. നമുക്ക് 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വാങ്ങിയ ഫുഡ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും റെഡിയായി. ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഞാൻ കുറച്ച് സുഗന്ധത്തിനുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നെക്സ്റ്റ് ക്രൂ എത്തിയിട്ടുണ്ട്. അവരെ ഞങ്ങളെ ആദ്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങളെ കാണിച്ചു. അവരോട് വെൽക്കം ഒക്കെ പറഞ്ഞ് അവർ ഞങ്ങളോട് ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.